സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നവരും ഒരുപാട് പണിയെടുക്കുന്നവരും പുരുഷ കേന്ദ്രീകൃതമായ ലോകത്തിൽ നിന്ന് സ്ത്രീ കേന്ദ്രീകൃതം എന്ന് പറയുന്നത്, എന്നാൽ സ്ത്രീക്ക് തുല്യ പരിഗണന ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് ലോകം മുഴുവൻ ഉണരേണ്ടതുണ്ട്. അതാണ് ഇന്റർനാഷണൽ വിമൻസ് ഡേയുടെ ഈ വർഷത്തെ തീം. ഇന്ന് ഇവിടെ സ്ത്രീകളെ കൂട്ടിയപ്പോൾ ഈ വിപ്ലവം പറയാനല്ല വിളിച്ചു കൂട്ടിയത്. നിങ്ങളുടെ ജീവിതം സുന്ദരമാണെന്നും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഈ ലോകത്തെ മനോഹരമാക്കുന്നതെന്നും, കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത് മുതൽ വളർത്തി വലുതാക്കുന്നത് വരെ വീടും നാടും ഒക്കെ സുന്ദരമാക്കുന്ന ഈ നാടിൻ്റെ ഐശ്വര്യമാണ് നിങ്ങൾ. ഇത് വെറും ഓമന വാക്യങ്ങൾ മാത്രമല്ല, സന്തോഷിപ്പിക്കാനുള്ള വാക്യങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ നമ്മളിത് തെളിയിക്കേണ്ടതുണ്ട്. സ്ത്രീയുടെ ലോകം അടുക്കള മാത്രമല്ല, ഈ ലോകം മുഴുവൻ വിശാലമായി തുറന്നു കിടക്കുകയാണ് നമുക്ക് വേണ്ടി. അതുകൊണ്ട് വിശാലമായ ലോകം നമ്മളെ വിളിക്കുന്നു. കൂടുതൽ സ്നേഹം നിറഞ്ഞൊരു ലോകം, കൂടുതൽ ബാലൻസ്ഡ് ആയിട്ടുള്ള സന്തുലിതമായൊരു ലോകം, പരസ്പരം മാനിക്കുന്ന ലോകം, പെണ്ണുകുഞ്ഞുങ്ങൾക്ക് രാവിലെയും വൈകിട്ടും രാത്രിയുമൊക്കെ സുരക്ഷിതമായി സഞ്ചരിക്കാവുന്നൊരു ലോകം, ചൂഷണമില്ലാത്ത ലോകം, ആരും ആരെയും വിൽപ്പന ചരക്കാക്കാത്ത ലോകം. അത്തരമൊരു ലോകത്തെ നമ്മൾ സ്വപ്നം കാണുന്നു. യേശുവിൻ്റെ കൂടെ സ്ത്രീകൾ നടന്നു. യേശുവിനെ പിന്തുണച്ചതും മരണത്തിൻ്റെ വിനാഴിക വരെ കൂടെ നടന്നതും സ്ത്രീകളാണെന്ന് സുവിശേഷം വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം. നമ്മുടെ പള്ളിയിലെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ആത്മാർത്ഥമായി സഹകരിക്കുന്നത് നമ്മുടെ സഹോദരിമാരാണ്. അതുകൊണ്ട് സഭയുടെ നിലനിൽപ്പ്, സമൂഹത്തിൻ്റെ നിലനിൽപ്പൊക്കെ സ്ത്രീകളുടെ സാന്നിധ്യം കൊണ്ടാണ് മനോഹരമാകുന്നത്. പക്ഷേ തീരുമാനമെടുക്കുമ്പോൾ പുരുഷന്മാർ വേണ്ടി വരുന്നു പലപ്പോഴും. ഫ്രാൻസിസ് പാപ്പ സുപ്രധാന കേന്ദ്രങ്ങളിലേക്ക്, വത്തിക്കാൻ സ്റ്റേറ്റിൻ്റെ പോലും